ഹായ്, ഞാൻ പാലക്കാടൻ മാങ്ങ മീൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മാങ്ങ എടുത്തു. നമ്മളുടെ ഒരു സുഹൃത്ത് തന്നാണ് മാങ്ങ. പിന്നെ അതുപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവോള, ചെറിയുള്ളി. തക്കാളി നാടൻ തക്കാളിയാണ്, ഞാനെപ്പോഴും നാടൻ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചേ. അത് കഴിഞ്ഞ് നമ്മൾ മീനും കൊണ്ടുവന്ന് മീനും വൃത്തിയാക്കുവാണ്. ആക്ച്വലി നമ്മൾ ഈ കളമശ്ശേരി സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് കൊള്ളാത്ത മീനുകളാണ്. മീൻസ് ചാള കൊള്ളാം, വലിയ വലിയ മീനുകളൊക്കെ വാങ്ങിക്കുന്നത് നമ്മൾ വരാപ്പുഴയിൽ തന്നെ പോയി വാങ്ങിക്കണം. വരാപ്പുഴയിലെ മീനുകളാണ് നല്ലത്. നല്ല ടേസ്റ്റും നല്ല അത്യാവശ്യം ജീവനുള്ളതൊക്കെ ആയിരിക്കും വരാപ്പുഴ മീനുകൾ. ഇവിടെ കിട്ടുന്ന വലിയ വലിയ മീനൊക്കെ വളരെ ചീത്തയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പോൾ ചാള, ഇന്നത്തെ ചാള കൊള്ളാം. അപ്പോൾ അതങ്ങനെ ഞാൻ 1/2 കിലോ ചാള വാങ്ങിച്ചു. അത് ക്ലീൻ ചെയ്തു. അപ്പോഴത്തേക്കുണ്ടോ ഒരാളിവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അയാൾക്ക് വേണ്ടി മീൻകറി ഉണ്ടാക്കൽ തന്നെ. നമ്മൾ ഈ ചാള മീൻകറി ഇവളാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചാള മീൻകറി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീനിന് റെഡിയായി. 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ കൂടെ മാങ്ങ ഉണ്ടായിരുന്നു, കുറച്ച് മാങ്ങ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ അരച്ച പാലുണ്ടല്ലോ, 3-ാം പാൽ, 2-ാം പാൽ, 1-ാം പാൽ എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് നമ്മൾ കറി എപ്പോഴും ഉണ്ടാക്കുന്നത്. ഉലുവായിട്ട്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള ഇതെല്ലാം ഒന്ന് മൂക്കാനായിട്ട് നമ്മൾ ഒരു 5 മിനിറ്റോളം അത് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ റെഡിഷ് ആയിട്ടുള്ള കളർ വരണം. നമ്മളുടെ സവോളയൊക്കെ റെഡിഷായിട്ട് ഉള്ളൊരു കളർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരുമിച്ചാണ് ഇട്ടത്. അതുപോലെ തന്നെ തക്കാളി കൂടെ ഇട്ട് 3-ാം പാലൊഴിച്ച്, 2-ാം പാലും അതിനൊപ്പം തന്നെ ഒഴിച്ച്, പിന്നെ 1-ാം പാൽ അതൊഴിച്ച് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. അതിനുശേഷം മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കാനായിട്ട് അടച്ച് വെച്ച് കാണാൻ തന്നെ ഒരു ഭംഗിയില്ല. നോക്കി, നമ്മളുടെ മാങ്ങ മീൻ കറിയാണ്, പാലക്കാടൻ സ്റ്റൈലിലുള്ള മാങ്ങ മീൻ കറിയാണ്. കാണാൻ തന്നെ നോക്കി തിളച്ച് വന്നു. നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. മറ്റേ തീ ഒന്ന് താഴ്ത്തി വെച്ചിട്ട് മീനങ്ങ് ഇട്ട് കൊടുത്തു. മീനിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും തീ കൂട്ടിയിട്ട് നമുക്ക് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് തിളച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് ഡൗൺ ചെയ്യാം. ഗ്യാസ് ഒന്ന് ഡൗൺ ചെയ്തിട്ട് അടച്ചിട്ട് വേവിക്കാം. അടച്ചിട്ട് തിളച്ച് വരണേ. തിളച്ച് വന്നു. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം മീൻ കറിയിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മീൻ കറി, അസൽ മാങ്ങ പാലക്കാടൻ മാങ്ങ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഈ വരുന്ന അയാൾക്ക് വേണ്ടിയാണെന്ന് മുഴുവൻ ചെയ്യുന്നത്. നോക്കിയേ, നല്ല ടേസ്റ്റാണ്, അയാൾക്ക് ഇഷ്ടമാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ.